അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്ര ഇസ്ലാമിക മാപ്പിൽ ലൈലത്തുൽ ഇജാബ എന്ന് പറയുന്നൊരു ദിവസമുണ്ട്. അതാണ് നാളെ ഷഅബാനിലെ 14-ാം രാവ്. ഷഅബാനിലെ 14-ാം രാവ്. ആ 15-ാം രാവ്, 14-ാം രാവല്ല, 15-ാം രാവ്, ഷഅബാനിലെ 14-ന്റെ അന്നാണ് ഈ ലൈലത്തുൽ ഇജാബക്ക് വേണ്ടിയിട്ട് ആളുകൾ ഒരുങ്ങുക. അപ്പോൾ പഴയ കാലത്ത് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ മൊയ്ലമാരെ പട്ടിണി തീർക്കാനാണെങ്കിൽ പട്ടിണി പാവങ്ങൾ കൊടുക്കാനെന്നൊക്കെ പറയും. അങ്ങനൊന്നും അല്ല. അന്നദാനം മഹാദാനമാണ്. ആ ദാനമാണ് അന്ന് ചെയ്തിരുന്നത്. പകലിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ മറ്റെല്ലാവർക്കും കൊടുക്കും, തിന്നാൻ കൊടുക്കും. പള്ളിയിൽ വരുന്നവർക്കും അത് പ്രത്യേകം കൊണ്ടു കൊടുക്കും. അങ്ങനെ അവർ കൊടുക്കുമ്പോൾ അത് തിന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കും. ആ കാലഘട്ടത്തിൽ കിട്ടാൻ പ്രയാസമുള്ള കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് ആ അൽഹംദുലില്ലക്ക് കനം ഒന്നും കൂടി കൂടുമായിരുന്നു. ഇപ്പോൾ കിട്ടാൻ പ്രയാസം ഇല്ലാത്ത കാലഘട്ടമാണ്. ഇപ്പോൾ തിന്നിട്ട് ഒരാൾ അൽഹംദുലില്ല പറഞ്ഞാൽ ആ അൽഹംദുലില്ലക്ക് അതിനേക്കാൾ കനമുണ്ട്. കാരണം ഇപ്പോൾ അവനക്ക് ആവശ്യമില്ല, എന്നിട്ടും അവൻ തിന്നു. ആ തിന്നിട്ട് അൽഹംദുലില്ല പറഞ്ഞു. മാത്രമല്ല മറ്റവൻ തന്നത് വാങ്ങിച്ചു എന്നത് തന്നെ വലിയ ഒരു കാര്യമാണ്. ഏതായാലും നമുക്ക് പറയാനുള്ളത് ഈ ലൈലത്തുൽ ഇജാബയെ കുറിച്ചാണ്. ലൈലത്തുൽ ഇജാബ എന്നതിന് പേര് വരാൻ കാരണം എന്താണെന്നറിയോ? ഉത്തരം കിട്ടുന്ന രാത്രി. അല്ലാതെ ഉത്തരം കിട്ടുന്ന ലൈല എന്നിട്ട് വേറെ ലൈല മജ്നൂനല്ല കേട്ടോ. ലൈല മജ്നൂനല്ല, ഉത്തരം കിട്ടുന്ന രാത്രി. അപ്പോൾ ഈ രാവിലെ പകലിൽ ഈ സദക്കൊക്കെ ചെയ്തിട്ട് ഈ അന്നദാനം ഒക്കെ ഓരോരുത്തർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് നമ്മളെ വീട്ടിൽ മധുര പലഹാരം ഉമ്മ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്താൽ അതവിടെ സദക്കയാണല്ലോ. മക്കളെ സന്തോഷിപ്പിക്കല്ലേ, അതുപോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കല്ലേ, അയൽവാസികൾ. നമ്മുടെ ഈ മലബാറിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടെ ഉണ്ടാക്കിയത് അങ്ങോട്ട് കൊടുക്കും, അവിടെ ഉണ്ടാക്കിയത് ഇങ്ങോട്ട് കൊടുക്കും, ഇങ്ങനെ ഒരു കൈമാറൽ. പക്ഷേ ഇവിടെ മലബാറികൾക്ക് ഇടയിൽ ഒരു പുത്തൻ പ്രസ്ഥാനക്കാരുണ്ട്, ചില പുതിയ വാദക്കാർ. അതൊന്നും ശരിയല്ല, അതൊക്കെ ശിർക്കാണ്, അതൊക്കെ ബിദ്അത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളയുന്നവർ. ഇവിടെ ഒരാൾ ആർക്കും അറിയാത്ത, ആർക്കും കിട്ടാത്ത ഒരു ഭക്ഷണം കൊടുത്തിട്ട് കുറേ ആൾക്കാർക്കാണ് കൊടുത്ത്, അതും ഇവർ ബിദ്അത്താന്ന് പറയും. ആർക്കും കിട്ടാത്ത ഭക്ഷണം അയാൾ കൊടുത്തത് അയാളെ ഇഷ്ടം, അയാൾക്ക് പുണ്യം കിട്ടാൻ വേണ്ടി. അതുപോലെ ഇവിടെ ഇതാണ് പകലിൽ നമ്മൾ ലൈലത്തുൽ ഇജാബക്ക് ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് പിന്നെ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ യാസീൻ ഓതും. പിന്നെ നമ്മുടെ ആയുസ്സിനെ നീട്ടിയിടുവാനുള്ള യാസീൻ ഓതും. ഈ ആയുസ്സിനെ നീട്ടിയിടുവാനുള്ള യാസീൻ എങ്ങനെ ഓതാന്നറിയോ? പടച്ചോനെ, മാരക രോഗങ്ങളില്ലാതെ ഹലാലായ ഭക്ഷണം തിന്നുകൊണ്ടുള്ള ആയുസ്സിനെ എനിക്ക് നീ നീട്ടിട്ട് തരണേ എന്നാണ് പ്രാർത്ഥിക്കുക. രോഗികളായി കിടക്കുന്നവർ, പടച്ച റബ്ബേ എനിക്ക് മരണം ഹൈറാവുന്ന സമയത്ത് മരിപ്പിക്കണമേ എന്ന്. മരണം ഹൈറാവുന്ന സമയത്ത് എനിക്ക് ഈമാനൊക്കെ ഇങ്ങനെ കിളിർത്ത് നിൽക്കുന്ന, എങ്ങനെ മനസ്സിലിങ്ങനെ ഈമാനൊന്നും ഒരു പിഴവും വരാത്ത നല്ല ഒരു സമയത്ത് എന്നെ മരിപ്പിക്കണമേ, അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഒക്കെ ഉത്തരം കിട്ടുന്ന ഒരു രാത്രിയാണത്. അപ്പോൾ എന്താ പറഞ്ഞത് നമ്മൾ ആയുസിനെ നീട്ടിടാൻ വേണ്ടി. പിന്നെ ഭക്ഷണം വിശാലത ചെയ്യാൻ വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ പുത്തൻ പുത്തൻവാദക്കാർ ചോദിക്കും എന്തെന്നറിയോ? എടാ ചെങ്ങായി, ഇപ്പോൾ ഭക്ഷണത്തിന് ആർക്കാ പഞ്ചെന്ന്? പക്ഷേ പഞ്ചമുണ്ട്. ഭക്ഷണം എല്ലാവർക്കും നല്ലതുപോലെ കഴിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. പണമുള്ളവർക്കും പത്രാസുള്ളവർക്കൊക്കെ ഭക്ഷണം എവിടെ കഴിക്കാൻ കഴിയുന്നു? അവനക്ക് ആ ഭക്ഷണം പാടില്ല, ഈ ഭക്ഷണം പാടില്ല. ഭക്ഷണത്തിന് പ്രയാസം തന്നെയാണ്. റിസ്കിൽ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനക്ക് കച്ചവടം ചെയ്യുന്നവൻ്റെ ആ കച്ചവടത്തിൽ വർധനവുണ്ടായാലേ അവൻ്റെ ഭക്ഷണം അവനക്ക് വരുള്ളൂ. അല്ലെങ്കിൽ അവൻ കടം വാങ്ങേണ്ടി വരും. അപ്പോൾ അവൻ്റെ ഭക്ഷണത്തിൽ വിശാലത ഇല്ല. അതാണ് ഒന്ന്. പിന്നെ ഭക്ഷണ വിശാലത എന്ന് പറയുന്നത് എനിക്ക് മരിക്കുന്നത് വരെ നല്ലപോലെ ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം, അങ്ങനെ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ഭാഗ്യം നീ തരണമേ റബ്ബേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അതാണ് ഈ ഭക്ഷണ വിശാലത എന്ന് പറയുന്നത്. ഭക്ഷണം വിശാലമാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ റിസ്ക് വിശാലമാക്കുക. റിസ്ക് എന്ന് പറഞ്ഞ ഭക്ഷണം റിസ്ക് എന്ന് വിശാലമാക്കാൻ എന്നാണ് അതിൻ്റെ വഴികളെ. എനിക്ക് ഈ വർഷം പടച്ചോനെ, അടുത്ത വർഷം ഈ ബറാത്തിലാവാണ് കഴിഞ്ഞ് പിറ്റത്തെ നാളെ മുതൽ എനിക്ക് പണി തോന ഉണ്ടാവണേ, എൻ്റെ കച്ചവടത്തിൽ നല്ല കച്ചവടം ഉണ്ടാവണേ, പിന്നെ അതുപോലെ എൻ്റെ പ്രവർത്തികളിലൊക്കെ നല്ല പ്രവർത്തി, എൻ്റെ കൃഷിയിലൊക്കെ വർധനവുണ്ടാവണേ. ഇതൊക്കെ അങ്ങനെ എണ്ണി പറയേണ്ട ആവശ്യമില്ല. വിശാലമാക്കുക, റിസ്ക് വിശാലമാക്കുക എന്നുള്ളൊരു വാക്കാണ് അതിനുള്ളത്. ഇതാണ് ഇപ്പോൾ രണ്ടും ആയല്ലോ. എന്താണ്? ആയുസ്സിനെ നീട്ടിടാൻ, പിന്നെ
ഭക്ഷണം വിശാലമാക്കാൻ. ഇനി മൂന്നാമത്തത് മരിച്ചു പോയവർക്ക് വേണ്ടിയാണ്. ഈ മരിച്ചു പോയവർക്ക് വേണ്ടി യാസീൻ ഓതിയാൽ അത് കേൾക്കൂല എന്നാണ്, അത് കിട്ടൂല എന്നാണ് ആര് പുതിയ വാദക്കാർ പറയുന്നത്. ഇത് നമ്മുടെ താപീയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു പോകുന്നത്, അറിവുള്ളവർ പഠിപ്പിച്ചതാണ്. ഈ അറിവില്ലാത്തവർ നമ്മളെ നമ്മളോട് വന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ സ്വീകരിക്കാം? നമ്മൾ സ്വീകരിക്കാൻ അവർ ഇപ്പോൾ ഉണ്ടായ പുതിയ വാദക്കാരാണേ. പഴയ വാദത്തെക്കുറിച്ചോ പഴയ ചിന്താഗതിയെക്കുറിച്ചോ ഒന്നും അവർക്കറിയില്ല. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്താണ് പാടില്ല എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് വരെ അവർ പറയണം. അത് പറയണില്ല. ഭക്ഷണം വിശാലമാക്കുക എന്ന് പറഞ്ഞാൽ അവർ എന്താന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. അത് പറയാതെയാണ് പറയുന്നത് ഭക്ഷണത്തിന് ഇപ്പോൾ പഞ്ചൊന്നുമില്ലല്ലോ എന്ന്. ഇനി മൂന്നാമത്തെ യാസീനാണ് മരിച്ചവർക്ക് വേണ്ടി. അപ്പോൾ മരിച്ചു പോയവരുടെ ആത്മാക്കൾ തീർച്ചയായിട്ടും ഭൂമി സന്ദർശിക്കും. അവരെ അല്ലാഹു തആല ആ തടങ്കലിൽ നിന്ന് വിടുമെന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. റൂഹുൽ ബയാനിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ മരിച്ചവരുടെ ആത്മാക്കൾ അവരുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ, അവരുടെ ഉറ്റവരെയും ഉടയവരെയും സന്ദർശിക്കുമ്പോൾ, പടച്ചോനെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു യാസീൻ ഓതുന്നു. പടച്ചോനെ അതിൻ്റെ പ്രതിഫലം നീ അവർക്കെല്ലാവർക്കും എത്തിച്ചു കൊടുക്കണമേ എന്ന് അള്ളാഹുവിനോട് വരമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെന്താണ് തെറ്റ്? ഇത് ചെയ്യേണ്ടതല്ലേ? ഇത് ഓരോരുത്തരുടെ കടമയല്ലേ? അവരെല്ലാം നടന്നുപോയ കാൽപ്പാടുകളിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധം വേണ്ടേ? അതിനുള്ള ഒരു ബാധ്യതയാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് വേണം. അപ്പോൾ പിന്നെ ഇനി ലൈലത്തുൽ ഇജാബ വരുന്നത് രാത്രിയിലാണ്. ഈ യാസീനൊക്കെ ഓതി കഴിഞ്ഞതൊക്കെ ഓക്കെ. ഇനി രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ എന്ത് ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ അത് രാത്രിയിലിരുന്ന് അള്ളാഹുവിനോട് സുന്നത്തൊക്കെ നിസ്കരിച്ച്, തഹജ്ജുദൊക്കെ നിസ്കരിച്ച്, പിന്നെ വിത്രൊക്കെ നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥനയിൽ നിരതനായിരിക്കുക. നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അറബി ഭാഷയിൽ പ്രാർത്ഥിക്കണമെന്നില്ല, മലയാള ഭാഷയിൽ പ്രാർത്ഥിക്കണമെന്നില്ല, ഇംഗ്ലീഷിലും ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും എന്തിൽ ചോദിച്ചാലും അള്ളാഹുവിന് അറിയാം. അവൻ അതിന് ഇജാബത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രാർത്ഥന എത്ര കണ്ട് കേണപേക്ഷയുണ്ടോ അത്ര കണ്ട് അത് ദുആ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ തൗബ ചെയ്യണം കേട്ടോ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തൗബ ചെയ്യണം. തൗബ ചെയ്ത് തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് 101 പ്രാവശ്യം പറഞ്ഞാൽ മതി. പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ദുആ കഴിഞ്ഞ ശേഷം ഒരു 11 സ്വലാത്തും ചൊല്ലി സംതൃപ്തിയായിട്ട് ഉറങ്ങുക. പിന്നെ എന്ത് ചെയ്താലും വേണ്ടില്ല ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ ചെയ്യണം. ഇത് ഒരു മനുഷ്യൻ്റെ കടമയാണ്. അവിടെ സുന്നി മുജാഹിദും ഒന്നും ഞാൻ വേർതിരിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ അറിയുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇനി യാസീൻ ഓതാൻ അറിയാത്ത ആളാണെങ്കിലോ ദുആ ഇറക്കാൻ എല്ലാവർക്കും അറിയില്ലേ? യാസീൻ ഓതാൻ അറിയാത്ത ആണെങ്കിൽ ഖുൽ ഹുവല്ലാഹു അറിയില്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ അറിയില്ലേ? ഇനി അതും അറിയാത്താണെങ്കിൽ ബിസ്മി ചൊല്ലാൻ അറിയില്ലേ? ബിസ്മി 21 പ്രാവശ്യം ബിസ്മി ഒരു 3 വട്ടം ചൊല്ലിയിട്ട് ദുആ ചെയ്തോളി. അല്ലെങ്കിൽ ബിസ്മി 101 വട്ടം ചെയ്തിട്ട് ബിസ്മി 786 കേട്ടോ. ബിസ്മി മാത്രം ചൊല്ലുകയാണെങ്കിൽ 786 പ്രാവശ്യം ബിസ്മി ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്തോളി. ഒരു കുഴപ്പമില്ല. ദുആ ചെയ്യുന്നതിനാണ് ഇജാബത്ത്. എന്താണ് ദുആ ചെയ്യേണ്ടത്? ഇന്നത്തെ കാലഘട്ടത്തിൽ സന്താനങ്ങളെ നന്നാക്കുവാൻ വേണ്ടി പടച്ചോനെ അതെങ്ങനെ ചെയ്യണമെന്നറിയോ? എൻ്റെ സന്താനങ്ങളെ നന്നാക്കണമേ, എൻ്റെ മകൻ്റെ സന്താനങ്ങളെ നന്നാക്കണമേ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. പിന്നെ പടച്ചോനെ മുഅ്മിനീങ്ങളുടെ സർവ്വ സന്താനങ്ങളെയും നീ നന്നാക്കി തരണേ റബ്ബേ. നല്ല ബുദ്ധി അവർക്ക് കൊടുക്കണമേ റബ്ബേ. മുസ്ലിം പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. ആപത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും ആണോ? അല്ല, വഴികേടാണെന്ന് വല്ലാത്തൊരാപത്തും മുസീബത്തും. അപ്പോൾ അവരെ കാത്തു രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനിക്ക് വലിയ ഇഷ്ടമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനിക്ക് ഇഷ്ടമാണ്. മാത്രമല്ല നമ്മളെ മക്കൾ മാത്രം നന്നായിട്ട് കാര്യമില്ല. മറ്റുള്ള മക്കൾ മോശമായിട്ടുണ്ടെങ്കിൽ ആ മക്കളെ കൊണ്ട് നമ്മളെ മക്കളും മോശമാവും, അല്ലെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ഉപദ്രവം ഉണ്ടാവും. നമ്മളെ മക്കൾ മാത്രം നല്ലതായി, അയൽവാസിയുടെ മക്കൾ മോശമാണ്, എന്നാൽ അവനക്കൊരു പ്രാവശ്യം നമ്മളെ വീട്ടിൽ കയറി കക്കാൻ തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ മർദ്ദിക്കും. അപ്പോൾ നമുക്ക് ദോഷമല്ലേ? അപ്പോൾ എല്ലാ മക്കളും നന്നാവണം, എല്ലാവരും നന്നാവണം. അതിന് വേണ്ടി നമ്മൾ ദുആ ഇരക്കണം. അള്ളാഹുവിനോട് നമ്മൾ ആരും അറിയാതെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഞാൻ അങ്ങനെ ചെയ്തെന്ന് മറ്റുള്ളവരോട് പറയും ചെയ്യരുത്. അതന്നെ അള്ളാഹു എനിക്കിഷ്ടമാണ്. നമ്മൾ ഉന്നം നോക്കി വെടിവെക്കണം.
ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.